ഹേയ് ഹായ് ഹലോ. അപ്പോൾ കുറച്ച് നാളായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട്. അപ്പോൾ ഇന്ന് ചെറിയ ഒരു കുഞ്ഞ് ഫ്രണ്ട്ഷിപ്പ് ടോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ശരിക്കും ആരെയാണ് ഫ്രണ്ട് ആക്കേണ്ടത്? ഫ്രണ്ട് മീൻസ് നമുക്ക് ജെന്യുവനായിട്ട് നമ്മുടെ ക്ലോസ് സർക്കിളിൽ കുറച്ച് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളെയാണോ അതോ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളെയാണോ ഫ്രണ്ട് ആക്കേണ്ടത്? എൻ്റെ ഒരു ലൈഫ് ലെസൺ വെച്ചിട്ട് ഞാൻ പറയുവാണ്, നമ്മുടെ സോളിന് ഇഷ്ടപ്പെടുന്ന ഒരാളെ, അത് ഗേൾ ആവട്ടെ ബോയ് ആവട്ടെ, ഒരാളെ തേടി പിടിച്ച് പോയി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത്, അതായത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെട്ട് അവരെ കെയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇങ്ങോട്ട് നമ്മളെ തേടി വന്ന് നമ്മളെ ഫ്രണ്ട്സ് ആക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങോട്ട് വന്ന് നമ്മളെ ഫ്രണ്ട്സാക്കി ആ കൂട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ കൂടെ. ബാക്കിയുള്ളവർ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ചിരിച്ച് കാണിച്ചിട്ട് ബാക്കിൽ നിന്ന് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നവരായിരിക്കും. എനിക്കും നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. സോ ഞാനും ചേഞ്ചായി. ഇപ്പോൾ എന്നെ തേടി വരുന്നവരെയാണ് ഞാൻ ഫ്രണ്ടായിട്ട് എടുക്കുക. മീൻസ് നോക്കും ജെനുവിൻ ആണോ ഇല്ലയോ, അതായത് കൂട്ടുകൂടാൻ പറ്റിയ ഒരാളാണോ. അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ഫ്രണ്ട്സും ഓരോ ആൾക്കാരും നമ്മുടെ ഫ്യൂച്ചറിലെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യും. അതായത് ഫ്യൂച്ചറിലെ ബിഹേവിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ ഇൻ കേസ് ഒരു 5 പേരുടെ ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾക്കുള്ളത്. അതിനകത്ത് ആ 5 പേരിൽ 4 പേരും ബ്രില്യൻ്റ് ആണെങ്കിൽ അടുത്ത ബ്രില്യൻസ് ഉള്ളൊരു വ്യക്തി നിങ്ങളായിരിക്കും. അതല്ല, ആ 4 പേരും പൊട്ടന്മാരാണെങ്കിൽ 5ാമത്തെ ആള് മരമണ്ടനായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. ബൈ.